അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ പറഞ്ഞു, അല്ലയോ ജനാർദ്ദന, ജ്ഞാനം കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ പിന്നെ ഘോരമായ ഈ കർമ്മം ചെയ്യാൻ എന്നെ നിയോഗിക്കുന്നത് എന്തിനാണ്? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഘോരമായ കർമ്മം യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞത്. യുദ്ധം ചെയ്യൂ പറഞ്ഞു. ജ്ഞാനമാണ് നേടേണ്ടതെന്നും പറഞ്ഞു. അപ്പം കർമ്മം ചെയ്ത് കഴിഞ്ഞാലോ കർമ്മഫലം ഉണ്ടാവും, കർമ്മവാസന ഉണ്ടാവുമെന്നും പറഞ്ഞു. അപ്പോൾ അത് കരുതിക്കുട്ടി എന്തിനാ ഈ പ്രശ്നത്തെ കൊണ്ടുപോയി ചാടിക്കുന്നത്? നമ്മളെ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞു, എന്തിനാ എനിക്കിട്ട് ഇപ്പോൾ ആര വെക്കുന്നത്? അതാണ് നല്ലത്, അതാണ് പറഞ്ഞു. നീ മോശം എടുത്തെന്നാരെയും പറയാം, ഡൗട്ട്. അപ്പം ഭഗവാൻ അന്നേരം ഇരുന്ന് തല കുലുക്കിയില്ല. നമുക്കൊക്കെ അല്ല ഭഗവാനില്ല, എന്താ അർജുനൻ പറഞ്ഞു കേട്ടപ്പോൾ നമുക്കൊക്കെ സാധാരണ ഒരു സത്സംഗത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോയാൽ പറ്റുന്നൊരു പ്രശ്നം, ആചാര്യ സ്റ്റേജിലിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടാവും പല കാര്യങ്ങളും. നമ്മളൊക്കെ സദസ്സിലിരുന്ന് ഇങ്ങനെ തല കുലുക്കി കേൾക്കും. മനസ്സിൽ സംശയങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ചോദിക്കില്ല. ഒന്നിൽ ചോദിക്കാൻ പേടി, ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട പോലെ ചോദിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പം. ചോദ്യം കേട്ട് കഴിഞ്ഞ് ആചാര്യൻ എങ്ങനെ പ്രതികരിക്കും? ഇത് ചോദിക്കാൻ കണ്ട സമയമാണോ അത് ഇങ്ങോട്ട് എടുത്ത് ചാടിയാലോ? ഇങ്ങനെ ഒരു 2-3 കാരണമായിട്ട് നമ്മൾ ഇരിക്കാം. അങ്ങനെ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പ്രശ്നം എന്താ പറഞ്ഞാൽ നമുക്ക് പകുതിയെ മനസ്സിലാവുള്ളൂ. പല കാര്യങ്ങളും നമ്മൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് കേൾക്കുമ്പോഴേക്കും നമ്മൾ ഉള്ളിൽ ഏറ്റുമുട്ടൽ തുടങ്ങും. കാരണം നമ്മൾ മുമ്പ് മനസ്സിലാക്കി വെച്ച പല കാര്യങ്ങൾക്കും അനുകൂലമല്ലാത്തതോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ കേൾക്കുന്നുണ്ടാവും. ഒരുപാട് മാറ്റങ്ങൾ, പ്രത്യേകിച്ചും ഭഗവത്ഗീത ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെക്കൂടി ഇങ്ങനെ ഉടച്ചു വാർക്കുക പറയില്ലേ, നമ്മളൊരു പുതിയ രൂപം കണ്ടാക്കി തരും. അതാണ് ഭഗവത്ഗീതയുടെ പ്രത്യേകത. അർജുനൻ യുദ്ധം ചെയ്യാൻ വന്ന അർജുനൻ, തളർന്നിരുന്ന അർജുനൻ ഭഗവത്ഗീത കേട്ട് കഴിഞ്ഞപ്പം അർജുൻ ടോട്ടലി ചേഞ്ചായി, യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് എണീറ്റു എന്നാണ്. അപ്പോൾ ആ മാറ്റം അത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. അവിടെ യുദ്ധക്കളം മാറിയില്ല, ശ്രീകൃഷ്ണനും മാറിയില്ല, അർജുനും മാറിയില്ല, എല്ലാവരും ഒക്കെ അവിടെ തന്നെയുണ്ട്. അർജുൻ്റെ മനസ്സാണ് മാറി എന്ന് പറഞ്ഞാൽ അർജുൻ്റെ അതുവരെയുള്ള എല്ലാ ചിന്തകളെയും ഉള്ള അറിവുകളെയൊക്കെ ഭഗവാൻ ഒന്ന് പോളിഷ് ചെയ്ത് അതിനകത്തുനിന്ന് വേണ്ടാത്ത കാര്യങ്ങളെ കണ്ട് ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ ഇത് മാറുമ്പോൾ നമ്മളുടെ ഉള്ളിൽ കൺഫ്യൂഷൻ വരും. ഞാൻ ഇങ്ങനെയാണല്ലോ കേട്ടത്, ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണല്ലോ കേൾക്കുന്നത്, ഇത് തമ്മിലൊരു വ്യത്യാസം വരും. എപ്പോഴും ഈ വ്യത്യാസം നമ്മളെ മനസ്സിലുണ്ടാവും. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭഗവത്ഗീത എഫക്റ്റ് ആവാൻ തുടങ്ങിയത്. വെറുതെ തല കുലിക്കുക ഭഗവത്ഗീത കേൾക്കുക. നമ്മൾ മനസ്സിൽ ചിന്തകളും കൺഫ്യൂഷനും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, മനനം തുടങ്ങിയിട്ടുണ്ട്, ഉള്ളിൽ എവിടേക്കോ മാറ്റങ്ങൾ. ഇതെപ്പോഴും ഓർമ്മിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണല്ലോ, നാളെ മുതലും ഭഗവത്ഗീതയ്ക്ക് പോകുന്നില്ല. അങ്ങനെ ആവരുത്. കൺഫ്യൂഷൻ ഉണ്ടോ, രക്ഷപ്പെട്ടു. കൺഫ്യൂഷൻ വേണം. ഇവിടെ അർജുനൻ കൺഫ്യൂസ്ഡ് ആണ്. ഇതുപോലെ വേണം കാര്യങ്ങൾ പോകാൻ. എന്നിട്ട് അർജുൻ്റെ രണ്ടാമത്തെ ചോദ്യം, വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വിരുദ്ധമെന്ന് തോന്നുന്ന ആശയങ്ങൾ കലർന്ന സംഭാഷണത്തിലൂടെ അങ്ങ് എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. യു ആർ കൺഫ്യൂസിങ് മീ. യാതൊരു സംശയമില്ല. ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഭഗവാൻ എന്തിനാ ഇങ്ങനെ പരസ്പരം വിരുദ്ധമായിട്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു? ഞാൻ കൺഫ്യൂസ്ഡാണ്, എന്തിനാ എന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കണം? എന്നിട്ടെന്ത് പറഞ്ഞു, യാതൊന്നുകൊണ്ട് ഞാൻ ശ്രേയസ് നേടുമോ അതുമാത്രം എന്നോട് പറഞ്ഞാലും. എനിക്ക് എന്താണോ നല്ലതായിട്ടുള്ള ശ്രേയസ് പ്രേയസ്, 2 വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഭഗവത്ഗീത ക്ലാസ്സിൻ്റെ അവസാനം വരെ ഈ 2 വാക്ക് നമ്മളോടൊപ്പം ഉണ്ടാവും. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച, അതാണ് നമുക്ക് ആത്യന്തികമായ നന്മ കൊണ്ടുവരുന്നത്. പ്രേയസ് എന്ന് പറഞ്ഞാൽ കർമ്മത്തിലൂടെ നമ്മൾ വീണ്ടും കർമ്മചക്രത്തിൽ കുടുങ്ങിപ്പോകുന്ന, കർമ്മബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. അതെങ്ങനെയാണ് വരിക? വിഷയലോകങ്ങളിലുള്ള നേട്ടങ്ങൾ നേടാൻ ശ്രമിക്കും. അതൊക്കെ പ്രേയോമാർഗമാണ്. ശ്രേയോമാർഗം, പ്രേയോമാർഗം. ഒന്ന് മുക്തിയിലേക്കുള്ള മാർഗം, ഒന്ന് ബന്ധനത്തിലേക്കുള്ള മാർഗം. ശ്രേയോമാർഗം മുക്തിയിലേക്കുള്ള മാർഗമാണ്. സംസാര ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. എന്തെല്ലാം ചെയ്യണോ, എങ്ങനെയൊക്കെ ചെയ്യണോ, അതൊക്കെ ശ്രേയോമാർഗം. അതിൽ പലപ്പോഴും നമുക്ക് ഇഷ്ടങ്ങൾക്കെതിരായിട്ട് നിൽക്കേണ്ടി വരും. ശ്രേയോമാർഗം. ഇപ്പം ഡയബറ്റീസ് ഉള്ള ഒരാൾ, അയാൾക്ക് ലഡ്ഡു ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കാം. അപ്പോൾ അയാളോട് ഡോക്ടർ പറഞ്ഞു മുതൽ ലഡ്ഡു കഴിക്കരുത്. ലക്ഷ്യം എന്താണ്? ഷുഗർ ലെവൽ കുറഞ്ഞിരിക്കണം, അപ്പോൾ ലഡ്ഡു കഴിക്കണ്ട. പക്ഷേ അയാൾ പറയാം
അയാളങ്ങനെ ലഡ്ഡു മാറ്റി വെച്ചാൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ശ്രേയോമാർഗം എന്നുള്ള ലക്ഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ നന്മയ്ക്ക് അതാണ് വേണ്ടത്. പ്രയോമാർഗം എന്താ? നിങ്ങൾക്ക് തൽക്കാലം ആസ്വദിക്കാം, പക്ഷെ ബാക്കി നീ എഫക്റ്റ് അനുഭവിച്ചു. ശ്രേയോമാർഗം ലഡ്ഡു തിന്നൽ, ഇത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അല്ലാതെ ശ്രേയോമാർഗം എന്താ ലഡ്ഡു തിന്നാതിരിക്കലാണ് ശ്രേയോമാർഗം, ഇങ്ങനെ ചോദ്യോത്തരമായിട്ടൊന്നും എഴുതരുത്. ആത്യന്തികമായ നന്മയിലേക്ക്, നമ്മൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നതൊക്കെ ശ്രേയോമാർഗം. വിഷയഭോഗങ്ങളിലേക്ക് നയിച്ച് നമ്മളെ സംസാരത്തിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നത് പ്രയോമാർഗം. പ്രയോമാർഗത്തിൽ താൽക്കാലികമായ നേട്ടങ്ങളൊക്കെ തോന്നും, നമുക്ക് ഉണ്ടാവും എല്ലാം. ശ്രേയോമാർഗത്തിൽ സ്ഥിരമായ നേട്ടങ്ങൾ ഉണ്ടാവും. പ്രയോമാർഗം നമുക്ക് ആദ്യം നന്മകളും പിന്നീട് ദുഃഖങ്ങളും കൊണ്ടുവരും. ശ്രേയോമാർഗം തുടക്കത്തിൽ കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും, എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്, നമ്മൾ ഇഷ്ടങ്ങൾക്കെതിരായിട്ട് നീങ്ങണം, സ്ട്രഗിൾ കൂടുതലാണ്. പക്ഷെ അതാണ് സ്ഥിരമായ നേട്ടങ്ങൾ കൊണ്ടുവരിക. ഇതൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം. ശ്രേയോമാർഗം പ്രയോമാർഗം എഴുതി വെച്ചോളും, അടുത്ത പ്രഭാഷണത്തിനുള്ള വിഷയമാണ് അതൊക്കെ. അപ്പോൾ ഇനി ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഉദാഹരണ സഹിതം ഇതൊക്കെ കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് 2-ാം അധ്യായത്തിൽ അർജുനൻ ചോദിച്ചു, യസ് ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാൻ ത്വാം പ്രപന്നം. ഞാൻ അവിടുത്തെ ശിഷ്യനാകുന്നു. എന്തിനാണ്? എനിക്ക് ശ്രേയസ്കരമായത് എന്താണ് എന്ന് ഉപദേശിച്ച് തന്നാൽ. അവിടെ പ്രേയസ്കരല്ല ചോദിച്ചത് അർജുനൻ. നമ്മൾ അമ്പലത്തിൽ പോകുമ്പം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇതാണ് മനസ്സിൽ വേണ്ടത്. ആത്യന്തികമായിട്ട് എന്നെ നന്മയിലേക്ക് നയിക്കുന്ന എന്താണോ അത് എനിക്ക് തന്നാലും. ഇതാണ് ശരിക്കുള്ള പ്രാർത്ഥന. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്താണ് ഭഗവാൻ ഉണ്ടാവുക. ഭഗവാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്, 4 തരം ഭക്തന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ എന്നിലാണ്, ഞാൻ അവരിലാണ് എന്ന് പറയുന്നുണ്ട്. അല്ലാത്തവരുടെ കാര്യമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. വീട് വേണോ വീട് തരാം, ജോലി വേണോ ജോലി തരാം, മാർക്ക് വേണോ മാർക്കൊക്കെ ഞാൻ തരും. പക്ഷെ അതിനൊക്കെ വേറെ എഫക്റ്റ്, അത് വെറുതെ വരില്ല. ബൈ 1 get 1 ഫ്രീ ആണ്. അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കർമ്മവാസനകളൊക്കെ വരും. ഈ തലത്തിലാകുമ്പോൾ കർമ്മവാസനകൾ മാറിക്കിട്ടും, ശ്രേയോമാർഗം. അപ്പോൾ ഈ രഹസ്യമാണ് 3, 4, 5 അധ്യായത്തിൽ കൂടെ ഭഗവാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അർജുനൻ ചോദിച്ചു. അപ്പം മുമ്പ് നമ്മൾ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മാത. അവിടെ അർജുനെ പശുക്കിടാവായിട്ട് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ പശുവിനെ കറക്കുമ്പോൾ പശുക്കിടാവിനെ അഴിച്ചു വിടും. അതൊന്ന് പോയിട്ട് ഔട്ടിലിങ്ങനെ മുട്ടുമ്പോഴേ വീണ്ടും പാല് കിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ല. ഈ ചോദ്യം ചോദിക്കലാണ് ഈ പോയി മുട്ടൽ. അപ്പോൾ നമ്മളിങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കണം. ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ മാത്രമേ ഈ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളൂ, ചോദ്യം ചോദിക്കാൻ. ബാക്കിയുള്ള മതങ്ങളിൽ പുരോഹിതന്മാർ പറഞ്ഞു തരും, കണ്ണടച്ച് വിശ്വസിച്ചോളാം, തിരിച്ച് ചോദിക്കാൻ പാടില്ല. അതെന്താ ചോദിച്ചാൽ നിൻ്റെ മനസ്സിൽ സാത്താനിരിക്കുന്നുണ്ട്, അതാണ് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നി, പറഞ്ഞു കണ്ട് വിശ്വസിച്ചാൽ മതി. അതിലെന്താന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലെ കൺഫ്യൂഷൻ മാറില്ല. ഹൈന്ദവ ശാസ്ത്രങ്ങളിൽ ചോദ്യം ചോദിക്കുന്നതനുസരിച്ച് ഗുരുവിന് ഇഷ്ടമാണ്. ഭഗവാൻ തന്നെ പറയുന്നത്, നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷം, കൂടുതൽ സന്തോഷം വരുന്നു. ശ്രീകൃഷ്ണൻ പറയണം, മിണ്ടാതിരിക്കുന്നു പറയണേ ഇല്ല. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് മാത്രമേ ഉള്ളൂ. ആ കൺഫ്യൂഷൻ പൂർണ്ണമായിട്ട് മാറുന്നത് വരെ ഗുരുവിനോട് ചോദിക്കാം. ഗുരു അത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഗുരുവിൻ്റെ ഉത്തരവാദിത്വം അതാണ്. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അനഘ. അനഘ എന്ന് പറഞ്ഞാൽ പാപങ്ങളില്ലാത്തവനെ എന്നാണ്. അനഘ എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ഇടുന്ന പേരല്ല, ഓരോ പേരിനും ഓരോ അർത്ഥമുണ്ട്. പാപങ്ങളില്ലാത്തവനെ. ഭഗവാൻ അർജുനനെ പാപങ്ങളില്ലാത്തവനെ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഭഗവാൻ എന്ത് പറഞ്ഞു? നമ്മളൊക്കെ ഭഗവത്ഗീത പഠിക്കുന്നവരൊക്കെ അർജുനന്മാരാണെന്നും പറഞ്ഞു. അപ്പം നമ്മളാരായി? പാപങ്ങളില്ലാത്തവരോ? പാപികളെ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുത്ത് ഇനി പോകണ്ട. നിങ്ങൾ പാപങ്ങളില്ലാത്ത ദൈവം ഇല്ലേ, പാപങ്ങളില്ലാത്ത മനുഷ്യരാണ് നമ്മൾ ഹിന്ദുക്കൾ. നമ്മളുടെ മനസ്സിൽ ആകെക്കൂടിയുള്ള ഒരു പ്രശ്നം, നമ്മൾ കൺഫ്യൂസ്ഡാണ്. നമ്മൾ ആരാണെന്ന് മറന്നുപോയി. ഈ സ്വയം ആത്മവിസ്മൃതി, ഞാൻ ആരാണെന്ന് മറന്നുപോയതാണ് നമ്മളുടെ പ്രശ്നം. ആ ഓർമ്മ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ആകെ ഇത്രേ ചെയ്യാനുള്ളൂ. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാ ശാസ്ത്രവും ചെയ്യുന്നത്. കഥ കേൾക്കലില്ല. ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മൾ സാധനങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പം ജപിക്കണ കാര്യം തിരുമേനി പറഞ്ഞു. ജപം നല്ലൊരു സാധനം, ജപസാധനം ഭഗവാൻ തന്നെ പറയണം. സാധനങ്ങളിൽ ജപം, ഞാൻ ജപമാകുന്നു. അപ്പം ജപിക്കുന്നതനുസരിച്ച് മനസ്സ് ഏകാഗ്രമാകും, മനസ്സിൽ ഈശ്വരരൂപം തെളിഞ്ഞു വരും. മനസ്സെത്രത്തോളം, ഉപബോധ മനസ്സിൽ എത്രത്തോളം രൂപം തെളിയുന്നു അത്രത്തോളം ആ വ്യക്തി മാറും. അതൊക്കെയാണ് ജപത്തിന് ഫുൾ പവറാണ്. ജപം
ഏതെങ്കിലും ഒരു മന്ത്രം, നമ്മളുടെ ഇഷ്ടദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു മന്ത്രം നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കണം. ജപത്തിന് സ്ഥലകാലങ്ങളൊന്നുമില്ല, എവിടെ ഇരുന്നും ജപിക്കാം, ബാത്റൂമിലും ജപിക്കാം, എപ്പോഴൊക്കെ ഓർമ്മ വരുന്ന അപ്പോഴൊക്കെ ജപിക്കാം. പിന്നെ ശുദ്ധാശുദ്ധി നോക്കാനില്ല, ഞാൻ അശുദ്ധമാണ് 3 ദിവസം പുറത്തിരിക്കേണ്ട ദിവസം, ജപത്തിന് അത് ബാധിക്കണേ ഇല്ല. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം ഉണ്ടായ സമയത്തേക്ക് അത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ദ്രൗപദി അന്നേരം ഇത് പീരീഡായിട്ടിരിക്കുന്ന സമയമാണ്. അതാണ് അതിലെ വലിയൊരു സംഭവം തന്നെ. അങ്ങനെ ഋതുവായിരിക്കുന്ന സമയത്ത് വലിയ സഭയിലേക്ക് വലിച്ചു കൊണ്ടുവന്നു എന്നാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല, അവർക്ക് വിശ്രമം അനുവദിച്ചിരിക്കുന്ന സമയമാണ് അമ്മമാർക്ക് ആ സമയത്ത്. പക്ഷെ അന്നേരം ചെയ്തു. പക്ഷെ അപ്പോഴും കൃഷ്ണ എന്ന് വിളിച്ചു ആള്. അയ്യോ, ഞാൻ വിളിക്കാൻ പാടില്ല ഈ സമയത്ത്, പറഞ്ഞില്ല. കൃഷ്ണ എന്ന് വിളിച്ചു എന്ന് മാത്രമല്ല, പല പേരിൽ വിളിച്ചു, പല പര്യായങ്ങളും ഭഗവാന്റെ പല പേരും വിളിച്ചു. മൂപ്പര് അനങ്ങിയില്ല, മൂപ്പരിങ്ങനെ നിൽക്കുക. ഇത് സംഭവം നടക്കുന്ന ഹസ്തിനപുരത്തിൽ. അന്ന് ശ്രീകൃഷ്ണൻ നിൽക്കുന്നത് ദ്വാരകയിൽ, ഗുജറാത്ത് ഭാഗത്താണ്. ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് കുറച്ച് ദൂരമുണ്ട്, ആ കാലമാണ്, അതും കൂടി ആലോചിക്കണം. അവസാനം ദ്രൗപദി എന്ത് വിളിച്ചു? ഹൃദയനിവാസി കൃഷ്ണ. ഉടനെ സപ്ലൈ ചാലുവായി, സാരി നോൺ സ്റ്റോപ്പ് സപ്ലൈ. അറിയാലോ കഥ എല്ലാവർക്കും. വസ്ത്രാക്ഷേപത്തിന് ദ്രൗപദി രക്ഷപ്പെട്ടു. ഹൃദയനിവാസി കൃഷ്ണ, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ഉള്ളിലാണ് ഭഗവാനിത്യം. ഈ ഭഗവത് ശക്തിയെ നമ്മൾ ഉണർത്തണം. അതിന് ജപമാണ്, സ്ഥലകാലങ്ങളൊന്നുമില്ല. ദ്രൗപദിയുടെ കഥ ഞാൻ പ്രത്യേകം പറയാൻ കാരണം അതാണ്. നമ്മളത് വിചാരിച്ച് മാറി നിൽക്കണ്ട. പലരും ചോദിക്കുന്ന ചോദ്യം, ഊണിലും ഉറക്കത്തിലൊക്കെ ജപത്തിന് അപാര ശക്തിയാണ്. അപ്പം ജപം ഒഴിവാക്കരുത്. അറിയുന്ന മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങാം. ഏതെങ്കിലും ഇഷ്ടദൈവം ഉണ്ടെങ്കിൽ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം ജപിക്കാം. കഴിയുന്നത്ര ജപം എണ്ണത്തിലല്ല പ്രാധാന്യം, ജപം ഭാവത്തിനാണ്. ഓം ഭാവജ്ഞായ നമ, ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രം ഭാവത്തിനാണ്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി നാമം ചൊല്ലുമ്പം നാവൊന്നും ഇല്ല, പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിൽ ശ്രീകൃഷ്ണഭാവം ഉണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ വരും. ഇല്ലെങ്കിൽ ദേവീഭാവം, ദേവിയെ അമ്മയായിട്ട് വിചാരിക്കുകയാണെങ്കിൽ അമ്മ ഭാവത്തിൽ ദേവി വരും. ഇത് പ്രഹ്ലാദൻ്റെ ഒക്കെ തന്നെയാണ് കഥ. നമുക്ക് ഒരുപാട് കഥകൾ അറിയാം. അപ്പം ഞാൻ ഉച്ചാരണ ശുദ്ധിയുണ്ടോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ഭക്തിയുണ്ടോ അത് ആ ഭക്തിഭാവത്തോടു കൂടി നിഷ്കളങ്കമായിട്ട് ജപിക്കണം. ഇതൊക്കെയാണ് സാധനയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ഭഗവാൻ പറയണു അനഘ, പാപങ്ങളില്ലാത്തവനെ എന്ന് പറയാൻ കാരണം ആത്മസ്വരൂപമായിട്ടിരിക്കുന്നവനെ. അമ്മയുടെയൊക്കെ സത്സംഗത്തിൽ അമ്മ എപ്പോഴും തുടങ്ങുന്നത് പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളുമായിട്ടുള്ളവരെ. അമ്മ എങ്ങനെയാണ് തുടങ്ങുന്നത് എല്ലാ സത്സംഗം. അപ്പോൾ നമ്മളുടെ സ്വരൂപത്തിനെ കുറിച്ച് ഫസ്റ്റ് സെൻറ്റൻസിൽ പ്രേമം എന്ന് പറഞ്ഞാൽ ഏക് ദോ തീൻ ആ പ്രേമല്ല, അത് കാമം ചേർന്ന പ്രേമാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ ഏകത്വ ഭാവത്തിലേക്ക് എത്തുന്നതാണ് പ്രേമം. എല്ലാം ഒന്നാണെന്ന് കാണാനില്ല, അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ, അതാണ് ആത്മാവ്. അപ്പം ആത്മസ്വരൂപം, പ്രേമസ്വരൂപം, അതിൻ്റെ സ്വഭാവമാണ് ആനന്ദം, ആനന്ദസ്വരൂപം. ഇതൊക്കെ നമ്മളുടെ ജന്മ അവകാശമാണ്. ഇതൊക്കെ മറന്നുപോയതാണ് നമ്മളിങ്ങനെ തമ്മിൽ തല്ലിക്കഴിയാൻ കാരണം. അപ്പോൾ ഇത് ഓർമ്മിക്കാം. ഭഗവാൻ പറയുന്നു ലോകത്തിൽ 2 തരം നിഷ്ഠകൾ പറഞ്ഞിട്ടുണ്ട്. സാങ്ക്യന്മാർക്ക് ജ്ഞാനയോഗം, സാങ്ക്യം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനികളായിട്ടുള്ളവർക്ക്, ജ്ഞാനമാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക്. ഇപ്പം നമ്മൾ ചെയ്തു വിചാരമാർഗം, ഇതെന്താണ്, ഇത് ദൈവമാണോ അല്ല, ഇത് ദൈവമാണോ അല്ല, ഇത് ദൈവമാണോ, ഇങ്ങനെ നേതിവാദം പറയും. കാര്യകാരണവാദം പറഞ്ഞിട്ട് ഒന്ന് എന്തിൽ നിന്നുണ്ടായി, അതെന്തിൽ നിന്നുണ്ടായി, അതെന്തിൽ നിന്നുണ്ടായി, ഇങ്ങനെ ചോദിച്ച് പോവുക. പിന്നെ സത്ത് അസത്ത് എന്ന് പറയും, എപ്പോഴും ഉള്ളത് എന്താണ്, മാറിക്കൊണ്ടിരിക്കുന്ന എന്താണ്. ഇങ്ങനെ ഒരുപാട് വിചാരങ്ങളിലൂടെ ഈശ്വരനിലേക്ക് എത്തിച്ചേരാം. അതിന് മനസ്സ് ഏകാഗ്രമാവണം, സൂക്ഷ്മബുദ്ധി വേണം, ചിത്തശുദ്ധി വേണം. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാണ്ട് അപ്പോഴേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചിന്തകൾ റൂട്ട് തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ആത്മജ്ഞാനികളായിട്ടുള്ളവർക്ക് ജ്ഞാനമാർഗം തത്വബോധത്തിലേക്ക് അവർക്ക് വേഗം ഉയരാൻ പറ്റും. പെട്ടെന്ന് തത്വങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പോകാൻ പറ്റും. അല്ലാത്തവർക്ക് കർമ്മയോഗമാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മത്തിലൂടെ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുക, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഈ ജ്ഞാനം തത്വബോധത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓൾറെഡി ഓവർലോഡാണ് പല കാര്യങ്ങളും തലയിൽ വെച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി വരുമ്പോൾ കൺഫ്യൂഷനാവും. അപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു? നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കർമ്മയോഗമാണ് ചെയ്യേണ്ടത്. അതാണ് അനുയോജ്യമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഹിന്ദുവിൽ ഇത്രയും ആരാധനാവിധികൾ വന്നത്? ബാക്കി മതങ്ങളിലൊക്കെ അവർക്കൊരു സിസ്റ്റം ഉണ്ട് ഫോളോ ചെയ്യാൻ. എല്ലാ നാട്ടിലും അതങ്ങനെ ഫോളോ ചെയ്തു പോകും. ഞായറാഴ്ച പള്ളിയിൽ പോവാം, വെള്ളിയാഴ്ച പള്ളിയിൽ പോവാം, ഇങ്ങനെയൊക്കെ. ഇല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ ചടങ്ങുകൾ, സിസ്റ്റം. ഒരു ഞങ്ങളുടെ നാട്ടിൽ പറയണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് ഭാഷയുടെ ഒരു SOP എല്ലാവർക്കും ഉണ്ട്. അത് പക്ഷേ ഹിന്ദുവിന് അങ്ങനെയില്ല. എനിക്ക് ഗുരുവായൂരപ്പനെ ഇഷ്ടം, ഗുരുവായൂരപ്പനെ വിളിക്കാം. അവർക്ക് ഗണപതിയെ ഇഷ്ടം, ഗണപതിയെ വിളിച്ചോളൂ.
ഇതൊന്നും ഇഷ്ടമല്ലേ, വേണ്ട, കുഴപ്പമില്ല. ഇങ്ങനെ ഇത്രയും സ്വാതന്ത്ര്യം എന്തിനാ തന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഋഷിമാർക്കറിയാം ഈ ലോകത്തിൽ ഒരു മനുഷ്യനും വേറെ മനുഷ്യനെ പോലെയല്ല. എല്ലാവരും രൂപത്തിൽ ഒരുപോലെയാണെങ്കിൽ പോലും ചിന്തകളിൽ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് ചേരുന്നത് വേറെ ആൾക്ക് ചേരില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഈ ചേരുന്നത് നമുക്ക് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ലക്ഷ്യം ഒരു സ്ഥലത്ത് എത്തുക എന്നുള്ള റൂട്ട് ഒരുപാടാണ്. ഇത്രയും റൂട്ട്, ആയിരക്കണക്കിന് റൂട്ടാണ്. എങ്ങനെ വേണമെങ്കിലും പോവാം. ഏത് വഴി കൂടെ പോയാലും എത്തിച്ചേരുന്നത് ഒരു സ്ഥലത്തിലോ. ഇപ്പോൾ കഠോപനിഷത്തിലെ ഒരു ഉദാഹരണം പറയും. മലമുകളിൽ പെയ്യുന്ന മഴവെള്ളം പല നദികളായിട്ട് പല സ്ഥലത്തേക്ക് നദികൾ ഒരു അരുവികളായിട്ട് ചെല്ലും. മലയുടെ താഴത്ത് നിൽക്കുന്നവൻ ആ അരുവി ഈ അരുവി എന്നൊക്കെ പറയും. അവന് അരുവികളൊക്കെ വ്യത്യാസമാണ്. മലയുടെ മുകളിലേക്ക് നോക്കുന്നവർക്ക് അത് മഴവെള്ളമാണ്, ഒറ്റ വെള്ളമാണ്. അപ്പോൾ ഈ പല അരുവി കൂടി നമ്മൾ മുകളിലേക്ക് കയറി ചെന്നെത്തുന്നത് ഒരു സ്ഥലത്താണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ഞാൻ കുളത്തിലിറങ്ങണ കാര്യം പറഞ്ഞു. ഞാൻ തെക്കേ പടവിൽ കൂടെ ഇറങ്ങി, പടിഞ്ഞാറേ പടവ് കൂടി ഇറങ്ങി, വടക്കേ പടവ് കൂടെ, കിഴക്കേ പടവ് കൂടിയൊക്കെ ഇറങ്ങി നോക്കി, എത്തിച്ചേർന്നൊക്കെ ഒരു വെള്ളത്തിലാണ്. അപ്പോൾ ഇവിടെ ജ്ഞാനമാർഗം വേറെ, കർമ്മമാർഗം വേറെ, ധ്യാനമാർഗം അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒന്നിനൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ചില ആശ്രമങ്ങളിൽ പോയാൽ അതൊന്നും വേണ്ട, ധ്യാനിച്ചിരുന്നാൽ മതി. ഈ ധ്യാനിച്ചിരിക്കണമെങ്കിൽ മനസ്സൊരു സ്ഥലത്ത് നിൽക്കണം. മനസ്സൊരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ ചിത്തശുദ്ധി വേണം. ചിത്തശുദ്ധി വേണമെങ്കിൽ കർമ്മയോഗം ചെയ്യണം. അങ്ങനെ പറ്റുള്ളൂ. അതാണ് റൂട്ട്. അപ്പോൾ ഇവിടെ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്തുകൊണ്ട് കർമ്മവാസനകളെ നശിപ്പിച്ചുകൊണ്ട് വേണം തത്വത്തിലേക്ക് ഉയരാൻ. അതിനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇമോഷണലി ചിന്തിക്കുന്നവർക്കൊക്കെ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. സുഖവും ദുഃഖവും ആശയും നിരാശയും ഇല്ലേ, അങ്ങനെ എല്ലാം കൂടി എന്താ ഒരു അവിയലാണ് മനസ്സ്. എല്ലാവിധ വിചാരങ്ങളും അതിനകത്തുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ കർമ്മങ്ങളെ മുഴുവൻ കർമ്മയോഗമാക്കി മാറ്റണം ജീവിതത്തിൽ സകല കർമ്മങ്ങളെ. അപ്പോൾ ചിത്തശുദ്ധി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ കർമ്മവാസനകൾ കുറഞ്ഞു വരും. മനോമാലിന്യങ്ങൾ കുറയും. മനോമാലിന്യം കുറയുന്നതനുസരിച്ച് ബുദ്ധി കൂർമ്മ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ബുദ്ധി വരും. ഏകാഗ്രമായിട്ട് ചിന്തിക്കാൻ പറ്റും. തത്വബോധം ഉണരാൻ തുടങ്ങും. ഇതെല്ലാവരുടെ ഉള്ളിലുണ്ട്. ഒരു വ്യക്തിക്കായിട്ട് പറഞ്ഞതല്ല, എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മളിങ്ങനെ പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുക. ഈ പെട്ടിയിനൊന്നും ഇങ്ങോട്ട് തുറന്നു വിടണം, അത്രേ വേണ്ടു. അതിനുള്ള മാർഗങ്ങളാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത്. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ നജ സന്യസനാദേവാ സിദ്ധിം സമധിഗച്ഛതി. മുമ്പ് ഭഗവാൻ പറഞ്ഞു, കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയ അർജുന കർമ്മവാസനകൾ ഉണ്ടാവും. അത് സംസാരത്തിൽ ബന്ധിച്ച് നിർത്തും. അപ്പോൾ എന്ത് വേണം? കർമ്മം ചെയ്യാതിരുന്നാൽ പോരെ. അപ്പോൾ കർമ്മവാസനകൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു? കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു കർമ്മമാണ്. അപ്പോൾ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കർമ്മമല്ലേ. ഒരാൾക്കും മിണ്ടാതിരിക്കാൻ പറ്റില്ല. അപ്പം കർമ്മം ചെയ്യാതിരിക്കുക എന്ന് വിചാരിച്ചാൽ നൈഷ്കർമ്മ്യ സിദ്ധി ഉണ്ടാവില്ല. നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുമ്പോഴും ഒന്നും ചെയ്യാതിരിക്കുക. അതിനാണ് നൈഷ്കർമ്മ്യ സിദ്ധി. താനൊന്നും ചെയ്യാതെ സർവം ചെയ്തിടുന്ന ദീനദയാലോ തൊഴുന്നതിന് അങ്ങനെ ഒരു ഭജനയുണ്ട്. എല്ലാം ചെയ്യുമ്പോഴും ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്തൃത്വം ഭോക്തൃത്വം ഇല്ലാതിരിക്കുക. കർമ്മങ്ങളിലും അനുഭവങ്ങളിലും അഹം ചേരാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയുന്നത്. അതാണ് ലക്ഷ്യം. ഓരോ മനുഷ്യനും ജീവിതത്തിൽ എത്തിച്ചേരേണ്ട കർമ്മങ്ങളുടെ തലം അതാണ്. അഹം ചേരാതെ കർമ്മങ്ങൾ ചെയ്യുക, അത് നൈഷ്കർമ്മ്യ സിദ്ധി. നിഷ്ക്രിയതയല്ല. ഇവിടെ അർജുനൻ നിഷ്ക്രിയതയാണെന്ന് വിചാരിക്കും. ഒന്നും ചെയ്യാതിരിക്കുന്നത് അത് നിഷ്ക്രിയതയാണ്, അലസതയാണ്, മടിയന്മാരാണ്. ചെയ്യാൻ വന്ന ഉത്തരവാദിത്തമൊക്കെ ചെയ്യണം. ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം വന്ന് ചേർന്നാൽ ചെയ്തോളണം. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എന്നെ കൊണ്ട് എന്താ ചെയ്യാത്ത? ചെയ്താൽ കർമ്മവാസന ഉണ്ടാവുകയും പിന്നെ ജനിക്കേണ്ടി വരില്ലേ? നത്തിങ് ഡൂയിങ്. ചെയ്തേ പറ്റൂ. ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അനുഭവം വന്നത്. പക്ഷെ അവിടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പം അതിനെ കർമ്മയോഗമാക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ കർമ്മവാസനകൾ വീണ്ടും വരാത്ത വിധം ഈ കർമ്മങ്ങളെ ചെയ്തു തീർക്കണം. അപ്പം എന്താവും? കർമ്മവാസനകൾ ക്ഷയിക്കാൻ തുടങ്ങും. അതാണ് കർമ്മയോഗത്തിൻ്റെ സൂത്രം. കർമ്മവാസനകൾ വരാതെ കർമ്മം ചെയ്തു തീർക്കുക. യോഗ കർമ്മസു കൗശലം എന്നൊക്കെ പറയും. ഇങ്ങനെയാണ് നമ്മൾ. ഇത് ട്രിക്കാണ്. ഈ ട്രിക്കാണ് ഇനി ഭഗവാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ട്രിക്കിൻ്റെ ഒരു ഗുണം എന്താ പറഞ്ഞാൽ, നമ്മൾ ഏത് ഓഫീസിൽ പോയിട്ട് എന്ത് പണി ഏൽപ്പിച്ചാലും സുഖമായിട്ട് ചെയ്യാൻ പറ്റും. യാതൊരു ടെൻഷനും ഇല്ലാതെ. ഉണ്ട് ഓഫീസർമാർ വന്നിട്ടിങ്ങനെ വർക്ക് ലോഡ് വരും. എത്ര വർക്ക് ലോഡ് കൊടുത്തിട്ടും ഇവൻ്റെ മുഖത്തൊരു ടെൻഷൻ ഇല്ലല്ലോ. അത് അയാൾ ഇതറിയുന്ന ആളാണ്. ഞാനല്ലല്ലോ ചെയ്യുന്നത്, ഭഗവാനല്ലേ.
ഭഗവാനൊരു ഉത്തരവാദിത്വം നിന്ന് ഭഗവാൻ ചെയ്തോളും, ഞാൻ അതിൻ്റെ ഒരു ഉപകരണം മാത്രമാണ്. സിമ്പിൾ. ഇങ്ങനെ മാറുന്നതിനാണ് കർമ്മയോഗം പറഞ്ഞത്. ഭഗവാൻ ഇവിടെ പറയുന്നു, ഗൃഹസ്ഥർക്ക് ഇതൊക്കെയാണ് നല്ലത്, ഒന്നും ചെയ്യാതിരിക്കാമെന്ന് വിചാരിക്കേണ്ട, അത് തെറ്റാണ്. കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ ഒരിക്കലും നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കർമ്മവാസനകളിൽ നിന്ന് മുക്തി നേടുന്നില്ല, മോക്ഷം നേടുന്നില്ല. കർമ്മത്തെ ത്യജിക്കുന്നത് കൊണ്ട് മാത്രം ആർക്കും സിദ്ധി ലഭിക്കുന്നില്ല. കർമ്മത്തെ ഉപേക്ഷിച്ച് ഇരിക്കുക. ഇപ്പോൾ എനിക്കൊരു സഹോദരൻ്റെ ഡ്യൂട്ടി വന്നു ചേർന്നു, അല്ലെങ്കിൽ ഒരു അമ്മാവൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അമ്മാവൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല, അത് എന്തെങ്കിലും എനിക്ക് ചെയ്തേ പറ്റും. ഈ കഴിഞ്ഞത് നേരത്തെ ഒക്കെ ചെയ്ത് തീർത്ത് അത്രയും അക്കൗണ്ട് ക്ലിയർ ആക്കിയിട്ട് പോവാം. ഇല്ല, നമ്മൾ ആലോചിക്കാനുള്ളത് നമ്മൾ മരിക്കുമ്പോൾ ഈ കണ്ടതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകണം എന്നല്ലേ, നേടി വെച്ചതും അങ്ങനെയുണ്ട്. പാഞ്ഞെടുക്കും മഹാവിപത് സന്ധിയിൽ അമ്മയുടെ വന്നിട്ട്, പാഞ്ഞെടുക്കും മഹാവിപത് സന്ധിയിൽ ദേഹി ദേഹം വീടും പക്ഷി കൂടുപോൽ, നേടിവെച്ചതും നേടാൻ കൊതിച്ചതും കൂടെ വന്നിടുകില്ലതു നിശ്ചയം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന പാട്ട് വല്ലാതെ അഹങ്കാരം തലയ്ക്ക് കയറുമ്പോൾ ഇതൊന്ന് ഓർമ്മിപ്പിക്കും. നമുക്കൊരു തിരിച്ചുപോക്കുണ്ട്. അന്ന് പക്ഷി കൂട്ടുന്നു പോകുന്ന പോലെ പുറത്തേക്ക് പോകണം. ഈ കൂട് ഇവിടെ കിടക്കും, പക്ഷി പറന്നു പോകും. അപ്പോൾ എന്തുണ്ടാവും? എന്തൊക്കെ നേടിയോ ഇവിടെ കിടക്കും, എന്തൊക്കെ നേടാൻ ആഗ്രഹിച്ചോ ഇവിടെ കിടക്കും. നമ്മളെ കയ്യിൽ ഷോൾഡറിൽ ഒരു ഭാണ്ഡം ഉണ്ടാവും. എന്താണ് ആ ഭാണ്ഡത്തിലുണ്ടാവുക? കർമ്മവാസനകളുണ്ടാവും. ഇത് എത്രത്തോളം ലോഡ് കൊണ്ടുപോയിട്ടില്ല, ലെസ് ലഗേജ് മോർ കംഫർട്ട്, അങ്ങനെ പണ്ട് ട്രെയിനിൽ എഴുതി. അതുപോലെ ഈ കർമ്മവാസനകളുടെ ഭാരം എത്ര കുറയുന്നു അത്രത്തോളം യാത്ര സുഗമമായിരിക്കും മുന്നോട്ട്. അപ്പോൾ ഈ ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ആവശ്യം. കർമ്മവാസനകൾ കുറയ്ക്കുക. ഇന്ന് പോയിട്ട് ചെയ്യാനുള്ള ഹോംവർക്ക് വേറെ ആരും കാണിക്കണ്ട, ഒറ്റയ്ക്ക് ചെയ്യാം. ഞാൻ ഇന്ന് പോവാന്ന് വിചാരിച്ചു, എൻ്റെ യാത്ര ഇന്ന് രാത്രി അവസാനിക്കുകയാണ് എന്ന് അങ്ങനെ വിചാരിക്കാനേ പാടുള്ളൂ, തീരുമാനിക്കാൻ പാടില്ല. ആദ്യം പറയുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം നിരാശകൾ എന്നെ പിന്തുടരും, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാമായിരുന്നു ഞാൻ ചെയ്യാതിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ട് നോക്കുക. ആരെല്ലാം മനസ്സ് ഞാൻ മുറിപ്പെടുത്തിയിട്ടുണ്ട്, ആരോടെല്ലാം എനിക്ക് സോറി ക്ഷമ പറഞ്ഞത് നന്നാക്കാമായിരുന്നു, ആരോടൊക്കെ എന്നോട് തെറ്റ് ചെയ്ത് അവരോടൊക്കെ എനിക്ക് ക്ഷമിക്കാമായിരുന്നു. ഒരു ലിസ്റ്റ് ഇട്ട് നോക്കും. നല്ല രസമാണ് വായിക്കാൻ. നമ്മളാകെ കൂടി ഒന്നങ്ങോട്ട് എന്താ പറയുക, ഒന്ന് കാച്ചി എടുത്ത പോലെയുണ്ടോ, ടോട്ടലി നമ്മൾ ചേഞ്ച് ആവും. എപ്പോഴും ചെയ്യാനുള്ളതാണ്. ഏത് നിമിഷവും നമുക്കൊരു വിളി വരാം, വിളി വന്നാൽ ഇവിടുന്ന് പോകണം, പോകുമ്പോൾ ഞാൻ എന്തൊക്കെ കൊണ്ടുപോകും, ഇതൊന്ന് ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ ഓരോന്നോരോന്ന് ടിക്ക് ചെയ്യാതെ. ഞാനിപ്പോൾ ഒരു വ്യക്തിയായിട്ട് മിസ്റ്റർ സോയൻസോ ആയിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട്, ഓ ഇയാൾ ഇട്ടൊരു പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ അടുത്ത ജന്മത്തിൽ ഇതിൻ്റെ ബാക്കിയുണ്ടോ, കട്ട് അയാളെ വിളിച്ച് ഹലോ എന്തൊക്കെ നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, അതിങ്ങനെ ഒരു തെറ്റിദ്ധാരണേൻ്റെ പേരിൽ വന്നു പോയത്, എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല, നിങ്ങൾ എന്നോട് കാണിച്ചതിൽ വിരോധം, നമ്മൾ തമ്മിൽ ദോസ്തി കട്ടി മാറി, ദോസ്തി സെറ്റിലാക്കുക എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമോ അവിടെയൊക്കെ തീർത്ത് മുന്നോട്ട് പോകണം. അതാണ് ഭഗവത്ഗീത പഠിപ്പിച്ചു തരുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ഫെയിലിയർ ഫീലിംഗ്, നിരാശ, കുറ്റബോധം ഇതൊന്നും മനസ്സിൽ കിടക്കരുത്. നമ്മളടുത്തൊക്കെ ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ അതൊക്കെ നമ്മുടെ അറിവില്ലായ്മയുടെ തലത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അപ്പോൾ നമുക്ക് തിരുത്താം. അന്ന് ചെയ്തതിൻ്റെ ഫലം ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്തതിൻ്റെ ഫലം നാളെ അനുഭവിക്കും, കർമ്മവാസനകളെ. അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്നതിനെ തിരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് തിരുത്തപ്പെടുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യണം. ക്ലിയർ ആവണ്ട പറഞ്ഞ്, റബ്ബർ കൊണ്ട് മായ്ക്കണ പോലെ, പെൻസിൽ കൊണ്ട് എഴുതിയ പോലെ റബ്ബർ കൊണ്ട് മായ്ക്കാൻ വേണ്ടി പഠിക്കണം എന്ന് പറഞ്ഞ പോലെ. ഇതാണ് ഈ തിരുത്തലുകളൊക്കെ നമുക്ക് ഭഗവത്ഗീത ഇവിടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ വിധത്തിൽ ചെയ്യണം. കർമ്മത്തെ ത്യജിച്ചു മിണ്ടാതിരുന്നുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടില്ല, കർമ്മവാസനകൾ അവിടെ നിൽക്കും. അപ്പോൾ എന്ത് വേണം? അത് കർമ്മവാസനകൾ വരാത്ത വിധത്തിൽ ഭഗവാൻ അടുത്ത് വലിയൊരു തത്വം പറഞ്ഞു. സയൻസുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണത്. നൈഷ്കർമ്മ്യം, ഇത് നിഷ്ക്രിയത എന്നത് ഒരിക്കലും ഒരു വസ്തുവിനും സാധ്യമല്ല. അത് നോക്കാം. നഹി കശ്ചിക്ഷണമപി ജാതുദുഷ്ടത്യ കർമ്മകൃത് കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. അല്പനേരത്തേക്ക് പോലും ഒരുവനും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല.
ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും ഒരാൾക്കും ഉണ്ടായിരിക്കാൻ പറ്റില്ല. നിഷ്ക്രിയമായിട്ട് ഇരിക്കാനേ പറ്റില്ല. നമ്മൾ ശരീരത്തിൽ ഇരുന്നുകൊണ്ട്, ഞാൻ ഇപ്പോൾ അനങ്ങാതിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ദഹനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പലതും. കുറേ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറേ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെ ശരീരത്തിലും. നമ്മളറിയാണ്ട് പല കർമ്മങ്ങൾ, ശ്വാസോച്ഛ്വാസം, ബ്രീത്തിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ല, ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് ഉറങ്ങിയെന്ന് നമ്മൾ വിചാരിക്കണം, അന്നൊന്നും അറിഞ്ഞില്ല. നന്നായി ഉറങ്ങിക്കിടക്കുമ്പോഴും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഉറക്കത്തിലൊരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഉറക്കത്തിൽ ഒറ്റയടി കൊടുക്കും. അതാര് ചെയ്തു? നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. ഉറക്കത്തിലിറങ്ങി നടക്കണവരൊക്കെ ഉണ്ട് പറഞ്ഞു. അവർ നടന്ന് റൗണ്ട് അടിച്ച് വന്നാലും അവരറിയാമല്ലോ, പക്ഷെ അവർ നടന്നു വന്നു. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പം എന്തായാലും ഒരു മിനിറ്റ് പോലും ഒരു ജീവിക്കും മിണ്ടാതിരിക്കാൻ, എന്ന് പറഞ്ഞാൽ അനങ്ങാതിരിക്കാൻ സാധിക്കില്ല, ഭഗവാൻ പറയണം. അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് വെറും തോന്നൽ മാത്രമാണ്. നമ്മൾ എല്ലാ നിമിഷവും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ എന്തിനാ മിണ്ടാതിരിക്കണമെന്ന് ഒരു കുട്ടിയോട് ചോദ്യം ചോദിച്ചാൽ ഈ കുട്ടി ഉത്തരം പറയും, ഞാൻ എവിടെയാണ് മിണ്ടാതിരിക്കുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഭഗവാൻ പറഞ്ഞില്ലേ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. മടി പിടിക്കാനുള്ള സൂത്രമല്ല, നമ്മളെപ്പോഴും ഓർമ്മിക്കാനുള്ള എനിക്ക് ഉത്തരവാദിത്വം വന്നു ചേർന്നു, ഞാനിത് ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ എനിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ബെറ്റർ അത് ഇന്ന് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇതെപ്പോഴും ഓർമ്മിച്ച് വെക്കണം, നാളേക്ക്. വേറൊന്നിനി നമ്മൾ ഫിസിക്സിൻ്റെ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ വസ്തുവിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്മാത്രകളാണെന്ന് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് ചെയറായിട്ട് ഞാൻ കാണുന്നു, പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കിൻ്റെ അകത്തേക്ക് പോയി എന്തായിരിക്കും? പ്ലാസ്റ്റിക് തന്മാത്രകളുണ്ടാവും, മോളിക്യൂൾസ്. അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ മോളിക്യൂളിനകത്ത് ആറ്റംസ് ഉണ്ട്. അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ശാസ്ത്രജ്ഞർ പറഞ്ഞു ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അല്ലേ, വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകം നാദസ്വരൂപ, എന്താണ് ലളിതാ സഹസ്രനാമത്തിലൊരു മന്ത്രമുണ്ട്, നാദസ്വരൂപിണി എന്ന നാദം, വൈബ്രേഷൻ. നാദം എന്ന് പറഞ്ഞാൽ സ്വരം എന്നല്ല, സ്വരം വരുന്നത് വൈബ്രേഷനായിട്ടാണ്. ഈ കാണുന്ന പ്രകൃതി മുഴുവൻ സ്പന്ദനങ്ങൾ മാത്രമാണ്, വൈബ്രേഷനാണ്. ഒരു സാധനം വെറുതെ ഇരുന്നിട്ടില്ല. ഈ ചെയർ ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളറിയുന്നില്ല, ഇരിക്കുന്ന ചെയർ. APJ അബ്ദുൽ കലാമിൻ്റെ ബുക്കാണോ, അല്ല, സ്വാമി മുക്താണ്ട ഇൻ സെർച്ച് ഓഫ് സോൾ, അങ്ങനെ എന്തോ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ ഓരോ കോശവും ഇതുപോലെ രാസപദാർത്ഥങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഓരോന്നും വൈബ്രേറ്റായി സെപ്പറേറ്റ് വെക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ശരീരം മുഴുവൻ ഒരുപാട് വൈബ്രേഷൻ്റെ ആകത്തുകയാണ്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കണ്ണാടീൻ്റെ മുന്നിൽ നോക്കിയിരുന്നു ഇല്ല. കണ്ടൻസ്ഡ് ഫോം ഓഫ് എനർജി, അങ്ങനെയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത്. എനർജി എപ്പോഴും വൈബ്രേഷനാണ്. നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഊർജത്തിൻ്റെ ഘനീഭവിച്ച രൂപം, അങ്ങനെ മലയാളം പറഞ്ഞാൽ കണ്ടൻസ്ഡ് ഫോം ഓഫ് എനർജിയാണ് നമ്മൾ ഓരോരുത്തരും. ശക്തിമയം, ശക്തി എന്ന് പറഞ്ഞാൽ ഊർജം എന്നാണ് അർത്ഥം, അല്ലാതെ ഇങ്ങനെ ഈ ശക്തിയല്ല. ലോകം മുഴുവൻ ശക്തിമയം, ശിവശക്തിമയം, കേട്ടില്ലേ? ശിവൻ എന്ന് പറഞ്ഞാൽ മാറ്റർ, ശക്തി എനർജി. ഇത് രണ്ടും വേറെ ആക്കാൻ പറ്റില്ല. മാറ്റർ ആൻഡ് എനർജി രണ്ടും ഒന്നാണ് എപ്പോഴും. അത് കാരണം ഈ ലോകം ഒന്നാണോ പലതാണോ ശാസ്ത്രജ്ഞന്മാർക്ക് ഇതുവരെ പറയാൻ പറ്റിയില്ല. ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകത്തിലേക്ക് പോകും. ഇന്നലെ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു, അതിൽ ഇപ്പം എന്താണ് ജെനോമിക്സ് എന്നൊരു ടോപ്പിക് ഉണ്ട്, ഒക്കെ പുതിയ ടോപ്പിക്ക് വരുന്ന. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകം എടുത്തു വെച്ചു, മനുഷ്യൻ്റെ ജീൻസ്, നമ്മുടെ ജീനുകളുടെ അടിസ്ഥാന ഘടകങ്ങളൊക്കെ എടുത്തു വെച്ച് പരീക്ഷിച്ച് നോക്കി. അതുപോലെ ഫിസിക്സിൻ്റെ ഇപ്പോൾ പറഞ്ഞ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് ഇത് രണ്ടും ഒന്നാണ്, ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ ഇതിനെല്ലാം ഋഷിമാർ ആദ്യം പറഞ്ഞത് ഇതിങ്ങനെ വട്ടം ചുറ്റി ഇതെല്ലാം ഒന്നാണ്, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്, ഇതെല്ലാം കൂടി ചേർന്ന് ഏകത്വമാണ് എന്നൊക്കെ അല്ല ഭഗവാൻ മയാ തദം ഇതം സർവം ജഗത് അവ്യക്തം മൂർത്തിനെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഞാനല്ലാതെ ഒന്നുമില്ല അർജുന. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ലേറ്റസ്റ്റ് തിയറിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്രാവശ്യം ഫിസിക്സിന് കഴിഞ്ഞ വർഷം 2024 ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയ ആ ഒരു തിയറി, ഫിസിക്സിൻ്റെ തിയറിയാണ്. അദ്ദേഹം തെളിയിച്ചത് ഈ ലോകം ഇല്ല എന്നാണ്. ഇത് ഉണ്ട് എന്ന തോന്നലാണ്, ഇത് സത്യത്തിൽ ഇല്ല എന്ന്. പുള്ളി പല തിയറി കൂടി അത് തെളിയിച്ചു. അപ്പോൾ ഇത് കേട്ടാൽ ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് 10,000 കൊല്ലമായി, നിങ്ങളിതിപ്പോഴാണ് തെളിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ യാത്ര ഇപ്പം എങ്ങോട്ടാണോ, അത് എവിടേക്കാണോ എത്തിച്ചേരേണ്ടത് ആ ശാസ്ത്രമാണ്
നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മൾ എത്രയോ മുന്നേ കാലത്തിൻ്റെ മുന്നേ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അറിയാനുള്ളത്. അത്രയും മഹാത്മ്യമുള്ളൊരു ഗ്രന്ഥമാണ്. ഇത് മാത്രമല്ല, ഭഗവത്ഗീതയുടെ എസെൻസ് നമ്മൾ ഭാഗവതം പഠിക്കുകയാണെങ്കിൽ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധം വരെ പല കഥകളും ഇങ്ങനെ പറഞ്ഞു പോയി. ഏകാദശ സ്കന്ധത്തിൽ വേദാന്ത തത്വങ്ങൾ പറയുന്നുണ്ട്. ഇത് തന്നെ പറയും, പൂർണ്ണമായിട്ട് ഇത് പറയും. അപ്പോൾ അതുവരെ കഥകളിലൂടെ ഈ തത്വങ്ങളൊക്കെ പറഞ്ഞു തന്നു. നമ്മളിവിടെ ഡയറക്റ്റ് തത്വങ്ങൾ പറഞ്ഞു, അവിടെ കഥകളിൽ കൂടെ പറയും. ഏകാദശ സ്കന്ധം എത്തുമ്പം പ്യുവർ വേദാന്തമായി. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ശ്രീകൃഷ്ണൻ പറയുന്നു ഇവിടെ ഞാനേ ഉള്ളൂ, ഇതൊക്കെ എൻ്റെ ഉള്ളിലാണ്. അത് തന്നെയാണ് ഇതും പറയുന്നത്. നാരായണീയം വായിച്ചാൽ ഇപ്പോൾ താഴെ വായന നടക്കുന്നുണ്ട്, അതിലും ഇത് തന്നെയാണ് പറയുന്നത്. ദേവി മഹാത്മ്യം വായിച്ചാലും ഇത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഞാനല്ലാതെ ആരാ ഉള്ളത്, ദേവി എന്നെ ചോദിക്കണം. അസുരന്മാരുമായിട്ട് എന്താണ് 10-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ആരെയുണ്ടോ ദേവി മഹാത്മ്യം വായിക്കുന്നവർ? 10-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. അസുരനായിട്ട് യുദ്ധം വരുമ്പം ദേവിയോട് ചോദിക്കും, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നീ 7 ആളുണ്ട്, സപ്തമാതാക്കളോട്, നീ 7 ആൾക്കാരുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ദേവി പറഞ്ഞു, ഈ 7 ആൾക്കാരുണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഞാനോ ഉള്ളൂ ഇവിടെ, ഈ ഇല്ലയാണ് ദേവി, ഇവിടെ ഞാനുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാമായിട്ട് വ്യാപിച്ചിരിക്കുന്ന തത്വം ബ്രഹ്മം. അത് തന്നെ ഇവിടെയും പറയും. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, ഒരാൾക്കും ഒരു നിമിഷം പോലും അനങ്ങാതിരിക്കാൻ, നിഷ്ക്രിയമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അവരെന്താവും, കർമ്മവാസനകൾ അവരെ ഓരോ കർമ്മത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾക്ക് അധീനപ്പെട്ട്, ഗുണം ത്രിഗുണങ്ങളാണ്, സത്വം, രജസ്, തമസ്. നമ്മളിനി മുന്നോട്ട് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കും. ബ്രഹ്മം ഏകമായിരിക്കുന്ന തത്വം, അതിനകത്തെ ശക്തിയുടെ പേരാണ് മായാശക്തി. മായാശക്തി 3ആയിട്ട് മാറി, സത്വം, രജസ്, തമസ്. ഇതൊന്നും സെപ്പറേറ്റ് ഇങ്ങനെയല്ല, ഒന്നിനകത്ത് വേറെ എല്ലാം ഉണ്ട്, ടോട്ടലി മിക്സാണ് സത്വം, രജസ്, തമസ്. അപ്പോൾ ഇത് എന്താണ്, ഇത് നമ്മളെ പല കർമ്മങ്ങളിലേക്കും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ത്രിഗുണങ്ങളാണ് കർമ്മവാസനകളായിട്ട് ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ സാത്വിക ഗുണം കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ഡീസൻ്റ് ആയിരിക്കും, ആൾക്കാർ ശാന്തരായിരിക്കും. ആരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒക്കെ ശരിയാക്കാം. രജോ ഗുണം കൂടിയിരിക്കും, എന്തെങ്കിലും ചോദിക്കും, ആരാ ചോദിച്ചത്, അങ്ങനെ രജോ ഗുണം. തമോ ഗുണം എന്താ ചെയ്യേണ്ടത്, എന്താ വെച്ചാൽ കാണിച്ചു. തമോ ഗുണം ഒന്നും ചെയ്യില്ല. ചില സമയത്ത് ഇത് മാറിക്കൊണ്ടിരിക്കും. രാവിലെ എണീക്കുന്ന ആളല്ല വൈകുന്നേരം, ഗുണങ്ങളുടെ സ്വഭാവം അനുസരിച്ച്. അപ്പം നമ്മൾ അവനവനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആ സമയത്ത് ഏത് ഗുണത്തിൻ്റെ പിടിയിലാണ്. ഇത് ഓരോന്നും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, ഓരോന്നും ചെയ്യാൻ ഓരോ സമയത്തും. കാരണം ഈ ഗുണം എന്നുള്ളത് എപ്പോഴും ഉള്ളതാണ്. അത് കാരണം അപ്പം നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം, എനിക്ക് ഒരിക്കലും വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഞാൻ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. ഇപ്പം നമുക്കൊക്കെ സത്വഗുണം കൂടിയിരിക്കുന്ന സമയം, അതുകൊണ്ടാണ് ഇത് കേൾക്കാൻ തോന്നി. കുറച്ച് രജോ ഗുണം കൂടിയ ആൾക്കാരുണ്ട്, അവരവരുടേതായ കർമ്മങ്ങളിലേക്ക് പോയി. തമോ ഗുണമുള്ള ആൾക്കാർ ഇപ്പോൾ പുതപ്പെട്ട സൺഡേ എൻജോയ്, തമോ ഗുണം പുതപ്പിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ പല ആൾക്കാർ. നമ്മളെപ്പോഴും ആലോചിക്കാനുള്ള ഇതാണ്, ചില സമയത്ത് തമോ ഗുണം കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാവിലെ എണീറ്റാൽ പല്ല് ബ്രഷും കണ്ടു, പിന്നെ ഇങ്ങനെ കുറച്ച് ആലോചിച്ചിരിക്കും. പിന്നെ തമോ ഗുണം കൂടിയിരിക്കുക, അത് കുളിക്കില്ല, അത് 5 മിനിറ്റ് കഴിയട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിയട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഏതായാലും അടുക്കളയിൽ കയറിയാൽ വേർക്കണം, എന്നാൽ പിന്നെ ഈ പച്ചക്കറിയൊക്കെ മുറിച്ചിട്ട് മതി, അടുക്കളയിൽ കയറി. അത് ഉച്ചയാവും. ഉച്ച കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ആരാ കുളിക്കണേ, വൈകുന്നേരം ആവട്ടെ, പിന്നെ രാത്രിയാവും, അന്ന് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അന്ന് കംപ്ലീറ്റ് തമോ ഗുണത്തിൻ്റെ അണ്ടറിലാണ്. തമോ ഗുണം കൂടുമ്പോൾ ആകെക്കൂടെ ചെയ്യാനുള്ള ഒരു കാര്യം ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക, കരുതിക്കുട്ടി ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ തമോ ഗുണം ഇല്ലാണ്ട് വരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മടി പിടിക്കുന്ന സമയത്ത് വെറുതെ നമ്മൾ ഒന്ന് നില അടിച്ചു വാരുകയോ മാറാതെ തട്ട് എന്തെങ്കിലുമൊക്കെ, ഒന്നുമില്ല തുണി ഒന്ന് തട്ടിക്കുറഞ്ഞ് എടുത്ത് വെക്കുക. ശരീരം ഇളകാൻ തുടങ്ങണം. ശരീരം ഇളകാൻ തുടങ്ങുമ്പോൾ തമോ ഗുണം കുറയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആവാൻ തുടങ്ങും. കുറച്ചിങ്ങനെ ആക്റ്റീവായി കഴിയുമ്പം ഓട്ടോമാറ്റിക് സത്വഗുണം വർദ്ധിക്കാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ ക്രമം. വിവേകാനന്ദ സ്വാമി ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, തമോ ഗുണം കൂടിയിട്ട് ഞാൻ ബ്രഹ്മം നിഷ്ക്രിയമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ ആൾക്കാർ. ഇപ്പോൾ വിവേകാനന്ദ സ്വാമിക്ക് ഇവരെ കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചു. വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഭഗവത്ഗീതയൊക്കെ വലിച്ചെറിഞ്ഞ് പോയി ഫുട്ബോൾ കളിക്കുക. കാരണം ഇതും വായിച്ചിട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. ഈ ശക്തി സമൂഹത്തിലേക്ക് പ്രയോജനപ്പെടണ്ടേ. അപ്പം ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞ എന്തിനാണ്, തമോ ഗുണം മാറാൻ വേണ്ടിയിട്ട്, രജോ ഗുണം വരട്ടെ വെച്ചിട്ട് പറഞ്ഞാണ്. അതിനെ വളച്ചൊടിച്ചു. ഇപ്പോഴത്തെ മാപ്രകൾ അന്നുമുണ്ട്. വളച്ചൊടിച്ചിട്ട് വിവേകാനന്ദ സ്വാമി ഭഗവത്ഗീത വലിച്ചെറിഞ്ഞ് ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞു. അത് എന്തിനാ പറഞ്ഞത് പറഞ്ഞില്ല, ആരോടാ പറഞ്ഞത് അതും പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ മാപ്രകളുടെ സ്വഭാവം പണ്ടുമുണ്ട്.
ഇതൊക്കെ വിവേകാനന്ദ സ്വാമി ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് തോന്നും സ്വാമി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പം ആ സാഹചര്യം ഇതായിരുന്നു. മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരോട് അവരുടെ മടി മാറ്റാൻ വേണ്ടിയിട്ട് ആശ്രമങ്ങളിലൊക്കെ ചേരുമ്പോൾ അങ്ങനെ ആരെങ്കിലും രാവിലെ എണീക്കാനൊക്കെ വൈകി മടി പിടിച്ചിരിക്കുമ്പം ഗുരു എന്ത് പറയും, കുറേ പണി, വിറക് കീറ്, ഇല്ലെങ്കിൽ നിലം തുടയ്ക്കൂ, പശുവിനെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പണി കൊണ്ട് കൊടുക്കും. വേറെ ഒന്നും ചെയ്യേണ്ടാവുക. അപ്പോൾ ഇത് കുറേ ചെയ്യുമ്പോൾ തമോ ഗുണമൊക്കെ പോകും. നമുക്ക് തമോ ഗുണം ബാധിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം ജ്യോതിഷത്തിൻ്റെ ഭാഷയെ പറഞ്ഞ ശനിദശ ബാധിച്ചു, ഏഴര ശനിയായി എന്നൊക്കെയാണ് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ മടി പിടിച്ച് കുളിക്കാൻ പോകുന്നത് ആ കൂടി ബുദ്ധിമുട്ടാണ് ശനി. അതിൻ്റെ അർത്ഥം ഈ കർമ്മവാസനകൾ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സമയമാണ്. അപ്പോൾ നമ്മൾ എന്താവണം, ഇറങ്ങി പുറപ്പെടണം, ബ്രേക്ക് ചെയ്യാം. ഇപ്പം അതിൻ്റെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ പ്രവർത്തിച്ചാൽ തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. പ്രവർത്തിക്കാനുള്ള ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് പറയാം. അപ്പോൾ ഓർമ്മിക്കുക, ഒരു മിനിറ്റ് പോലും ആർക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്തു വേണം? കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. ഇനി ചില ആൾക്കാരുണ്ട്, അവർ കർമ്മങ്ങളൊന്നും ചെയ്യാണ്ട പറഞ്ഞ് കണ്ണടച്ചുകൊണ്ടിരിക്കും. കർമ്മേന്ദ്രിയങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഒരു കർമ്മം ചെയ്യാതെ മിണ്ടാതിരിക്കുക. കർമ്മം ചെയ്താലേ പ്രശ്നമുണ്ട്. പക്ഷെ അവർ മനസ്സുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. മനസ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ ചിലർ കണ്ടില്ലേ, അങ്ങനത്തെ ഒത്തിരി ആൾക്കാരുണ്ട്. കണ്ട ഭയങ്കര എക്സ്ട്രാ ഡീസൻ്റാണ് തോന്നും. അവരുടെ മനസ്സിലേക്കൊക്കെ ഒന്ന് ഇങ്ങനെ എൻറ്റി നോക്കിയാൽ അറിയാം അതിനകത്തൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. നമ്മളൊക്കെ ഇനി ആരെയും നോക്കാൻ വേണ്ട, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. ഞാൻ അനങ്ങാതെ നാമം ചെല്ലാനിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ വരുന്നുണ്ട്. അപ്പോഴും നമുക്ക് അയ്യേ ഇത്ര മോശം, ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഇത്രയും കേടുപാടുകൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ എത്രയോ ജന്മജന്മാന്തരമായിട്ട് ആർജിച്ചെടുത്ത വാസനകളൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് ഓരോന്നോരോന്ന് ഈ വെള്ളത്തിൽ കുമ്പള പൊന്തണ പോലെ ഇങ്ങനെ പൊന്തി വന്ന് പൊട്ടിപ്പോകും. നമ്മൾ അതിനോട് ചേർന്ന് കഴിഞ്ഞാൽ അത് നമ്മളെയും കൊണ്ടുപോകും. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്ത്യ ശുഭജ. നമ്മളെന്താ, അത് വന്നോട്ടെ നിന്നോട്ടെ പോയിക്കോട്ടെ, അതിനുവേണ്ടി വിട്ടുകളെ, അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഭഗവാൻ മിഥ്യാചാരൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മിഥ്യാചാരൻ എന്ന് പറഞ്ഞാൽ കാപട്യം അഭിനയിക്കുന്ന ആൾക്കാർ. അവനെന്താ ചെയ്യുക? കർമ്മേന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് വെച്ച് ഒന്നും ചെയ്യാതിരുന്ന് മനസ്സുകൊണ്ട് വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ കാണുന്നവർക്ക് ആൾ ഡീസൻ്റ് ആണെങ്കിലും ആൾ ഉള്ളിൽ ആൾ പോക്കാണ്, ആൾ ശരിയല്ല. അങ്ങനത്തെ ആൾക്കാരെ ഭഗവാൻ പറയുന്ന പേരാണ് മിഥ്യാചാരൻ. പല സ്വാമിമാരും ഈ വകുപ്പിലൊക്കെ പെട്ടവരാണ്. അതുകൊണ്ടാണ് പല പീഡന കേസിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പേര് പൊന്തി വന്നത്. സൗകര്യം കിട്ടുമ്പോൾ കുറുക്കം കൂക്കി പോകും പറഞ്ഞില്ലേ, അതുപോലെ ഇത് ചിലപ്പോൾ പുറത്തേക്ക് വരും. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് സാധന ചെയ്യുമ്പോൾ ഗുരു ചെയ്യുന്ന എന്താണ്, ഇങ്ങനെ ഓരോ പ്രശ്നത്തിൽ കൊണ്ടുപോയിടും ശിഷ്യനെ. കുറേ കാലം സാധനയൊക്കെ ചെയ്യുമ്പോൾ ശിഷ്യന് തോന്നിയ മായമൊക്കെ ഞാൻ ഫിറ്റായി, അടുത്ത കാര്യങ്ങൾക്ക് ഫിറ്റായി. അപ്പോൾ ഗുരു എന്ത് പറയും, നീ ഒന്ന് അവിടെ പോയിട്ട് ആ മാർക്കറ്റിൽ പോയിട്ട് 2 സാധനം വാങ്ങിയിട്ട് പോകും. അപ്പോൾ ഇവൻ മാർക്കറ്റിലേക്ക് പോകും. മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇവനിപ്പം കുറച്ച് സ്ത്രീകളോടൊക്കെ കുറച്ച് ആകർഷണം കൂടുതലുള്ള വ്യക്തിയായിരിക്കാം. ഇയാൾ കുറേ കാലം സാധനയൊക്കെ ചെയ്ത് ആയമൊക്കെ, ഇനിയിപ്പോൾ ആര് എന്നെ പ്രലോഭിപ്പിച്ചാലും ഞാൻ പ്രലോഭനത്തിലൊന്നും ഉൾപ്പെടില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ചിരിക്കും. പക്ഷെ ഗുരുവിന് മനസ്സിലാവും ഇവൻ്റെ മനസ്സിനും ശരിയാവാനുണ്ട് എന്നുള്ളത്. പക്ഷെ ഇവനെങ്ങനെ ബോധിപ്പിക്കും? ഇവന് അതൊക്കെ കൂടി ബുദ്ധിമുട്ടാണ്. ഗുരു ഇപ്പോൾ വേണ്ടൊന്നും പറഞ്ഞു തരുന്നില്ല. ഇപ്പോൾ ഗുരു പറയും നീ മാർക്കറ്റിൽ പോയിട്ട് 2 സാധനം വാങ്ങിയിട്ട് പോകാം. ഇവൻ മാർക്കറ്റിലേക്ക് പോകും. മാർക്കറ്റിൽ സാധനമൊക്കെ വാങ്ങുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി വന്നിട്ട് ചേട്ടാ 100 ചില്ലറ ഉണ്ടാവും ചോദിക്കുന്നുണ്ട്. ഈ ചേട്ടാ വെളിയിലും ചില്ലറ വെളിയിലും ആളെ സാധനം ഒരു വഴിക്ക് പോകും. അപ്പോൾ ചില്ലറയില്ല, അത് എൻ്റെ അടുത്തില്ല, അപ്പം വീട്ടിൽ വന്ന് ഞാനത് ശരിയാക്കി തരാം, പോയി വീട്ടിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ ഗുരു അടിയും പിടിച്ച് അവിടെ നിൽക്കണം. ഇത് തന്നെയാണ് നിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ എന്തെല്ലാം ദുർവാസനകളുണ്ടോ മാലിന്യങ്ങളുണ്ടോ അതിനെ പുറത്ത് കൊണ്ടുവരുന്ന സിറ്റുവേഷനിൽ ഗുരു കൊണ്ടുപോയിടും. അപ്പോൾ അത് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സാധനം എൻ്റെ ഉള്ളിലുണ്ട്, ഇതിനെ ഇവിടുന്ന് എടുത്ത് കളയാണ്. സാധാരണ ആൾക്കാർ ചോദിക്കുക ഭക്തി കൂടുമ്പോൾ ദുഃഖം കൂടുതലാണ്, ഭക്തി കൂടുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ. ഇതൊക്കെയാണത് അവനവൻ്റെ ഉള്ളിലെ കാര്യങ്ങളായി പുറത്തേക്ക് വരുന്നത്. അതിനെ അവിടുന്ന് മാറ്റണം. അല്ലാതെ അത് ഭക്തിയുടെ ഒരു എന്താ പറയുക ശിക്ഷയായിട്ട് വരുന്നതല്ല, അവനവനെ ശുദ്ധീകരിക്കാൻ വരുന്ന സാഹചര്യങ്ങളാണ്. ഇതൊക്കെ ഓർമ്മിക്കണം. ഇവിടെ ഭഗവാൻ പറയുന്നു മിഥ്യാചാരനായിട്ട് ഇരിക്കരുത്. മിഥ്യാചാരനായാൽ എന്തുണ്ടാവും? മനസ്സുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യും. മനസ്സുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതാണ് കർമ്മവാസന. ഇതാരോടെ പറഞ്ഞ? ശ്രീരാമനോട് വസിഷ്ഠമുനി പറഞ്ഞു കൊടുക്കുന്നതാണ്. ശ്രീരാമ നീ വിചാരിക്കും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടൊന്നുമില്ല. മനസ്സുകൊണ്ട് കർമ്മം ചെയ്യുന്നതാണ് കർമ്മം.
ശരീരം വെറുതെ കർമ്മത്തിൽ വ്യാപരിച്ച കർമ്മാവില്ല. പലപ്പോഴും നമ്മൾ നാമം ചൊല്ലുമ്പം മനസ്സുകൊണ്ട് പലതും ആലോചിക്കും. ഇവിടെ ഇങ്ങനെ ലളിതാ സഹസ്രനാമം ഇങ്ങനെ പോകുന്നുണ്ടാവും, ശ്രീമാതേ ശ്രീമാൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷേ വീട്ടിലെ കാര്യമായിരിക്കും മനസ്സിൽ മുഴുവൻ ഉണ്ടാവുക. അവിടെ വെള്ളം വന്നിട്ടുണ്ടാവുക, അവിടെ പാൽക്കാരം വന്നിട്ടുണ്ടാവുക അല്ലേ. മനസ്സിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യും, ശരീരം കൊണ്ട് യാന്ത്രികമായിട്ട് നാമം ചെയ്യും. ഗുണമില്ല. മനസ്സുകൊണ്ട് വേണം. നമ്മൾ എവിടെ ഓം വാങ്മയ മനസ്സ് പ്രതിഷ്ഠ അങ്ങനെ ഒരു മന്ത്രമുണ്ട്. എൻ്റെ വാക്ക് എവിടെയാണോ അവിടെ മനസ്സിരിക്കട്ടെ, മനസ്സ് എവിടെയാണോ വാക്കിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കർമ്മവും ചിന്തകളും ഒന്നിച്ചിരിക്കണം, മനസ്സും പ്രവൃത്തി ഒന്നിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന ആളെ ഭഗവാൻ പറയുന്ന പേരാണ് മൂഢബുദ്ധി. മൂഢബുദ്ധി. നമ്മുടെ മനസ്സിൽ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കൂടി ചേർന്ന് പല യുദ്ധങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോ, അതിലൊക്കെ വളരെ ബുദ്ധിപൂർവം ഇടപെട്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ. എന്നാലേ ജീവിതം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. ഇതാണ് 6ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അല്ലാതെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. പലരും അങ്ങനെ പറയാറില്ല. ഒരു സാഹചര്യം വന്നു ഞാൻ പിന്നെ മിണ്ടാതിരുന്നു, എന്താച്ചാ ആയിക്കോട്ടെ. ഇത് എന്താച്ചാ ആയിക്കോട്ടെ അല്ല, അവിടെ നമ്മൾ പ്രതികരിക്കേണ്ട ഒരു വിധമുണ്ട്. ആ വിധത്തിൽ നമ്മൾ പ്രതികരിക്കണം. അങ്ങനെയാണ്. അടുത്ത സെൻറ്റൻസ് ഇത് ശ്ലോകം കൂടി വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയേ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. അർജുന, യാതൊരുവൻ മനസ്സുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മയോഗത്തെ ആചരിക്കുന്നുവോ അനാസക്തനായ അവൻ ശ്രേഷ്ഠനാകുന്നു. ഭഗവാന്റെ സ്റ്റേറ്റ്മെൻറ്റ്. ആരാണ് ശ്രേഷ്ഠൻ? മനസ്സുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തണം എന്ന് പറഞ്ഞ വിഷയങ്ങളിലേക്ക് ഓടുന്ന മനസ്സിനൊക്കെ കൺട്രോൾ ചെയ്ത് പിടിച്ച് അതുകൊണ്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ അനാസക്തനായിട്ട് ചെയ്യണം. അനാസക്തൻ എന്ന് പറഞ്ഞാൽ കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ ഉത്തരവാദിത്തങ്ങളെ ചെയ്തു തീർക്കുക. അതാണ് അനാസക്തനായിട്ട് ചെയ്യുക. കർമ്മഫലത്തിൽ ആസക്തി ഉണ്ടാവാൻ പാടില്ല. എനിക്കിത് ചെയ്യാനുണ്ട്, ഞാൻ ചെയ്യണം. ഇല്ല, ഇപ്പം ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി കുറേ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാം, ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് സാക്ഷാത്കാരം നേടും. അങ്ങനെയൊന്നും ഒരു ഗുരുവും വിചാരിക്കില്ല. ഗുരു എന്താ വിചാരിക്കുക? ഇവർക്കിത് നേടാനുള്ള അവസരം വന്നു, എനിക്ക് പറയാനുള്ള അവസരം വന്നു, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കി ഓരോരുത്തരനുസരിച്ചിരിക്കും. ഇതാണ് ചെയ്യാനുള്ളത്. കർമ്മഫലത്തിൽ ലക്ഷ്യം വേണം. ലക്ഷ്യവും ആസക്തിയും വ്യത്യാസമുണ്ട്. ഞാൻ എന്താണോ ആയിത്തീരേണ്ടത് അതിലേക്കായിരിക്കണം എൻ്റെ പ്രവൃത്തി മുഴുവൻ. അത് ലക്ഷ്യമാണ്. പക്ഷേ എനിക്ക് ഇന്നതേ കിട്ടാവൂ, അല്ലാത്തൊന്നും പറ്റില്ല, അങ്ങനെ നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ഒരു കർമ്മത്തിൽ 5 ഘടകങ്ങളുണ്ടെന്നാണ് പറയും. അതിൽ ഈ ദൈവഹിതം എന്ന ഘടകം, 5ാമത്തെ ഘടകം ഒരാൾക്കും തീരുമാനിക്കാൻ പറ്റാത്തതാണ്, നിഗൂഢമാണ്. 18ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും അത്. ബാക്കി 4ഉം നമുക്ക് കൺട്രോൾ ചെയ്യാം, 5ാമത്തെ നമ്മളെ കയ്യിലല്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഒരു ഗരുഡൻ ഒരു പക്ഷിയെ രക്ഷിച്ച കഥ പറഞ്ഞു. അതുപോലെ വിട്ടുകൊടുക്കണം. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്തു, പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം, അങ്ങനെ വിട്ടുകൊടുക്കണം, അപ്പോഴേ നടക്കുള്ളൂ. ഇതാണ് കർമ്മയോഗത്തിൻ്റെ പ്രത്യേകത. അങ്ങോട്ട് സമർപ്പിക്കാം കർമ്മങ്ങളെ. അവനാണ് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, വിട്ടുകള. ഇതാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ആൾ ശ്രേഷ്ഠനാണ്. ഇതാണ് ഇപ്പോൾ ജീവിതത്തിൽ നമുക്ക് വന്നു ചേർന്ന ഉത്തരവാദിത്തങ്ങളെ കൃത്യമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുക, കർമ്മഫലങ്ങളെ ഭഗവാന് വിട്ടുകൊടുക്കുക. ആ വ്യക്തി ഭഗവാന്റെ കണ്ണിൽ അയാളാണ് ശ്രേഷ്ഠൻ. ഇപ്പോൾ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ആൾക്കാർ ഇൻസൾട്ട് ഇങ്ങനെ പലതും വരികയല്ലോ, പാരകളും കുശുമ്പൊക്കെ വരുന്നത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അന്നേരം ആലോചിക്കാണ്ട് ഇതൊക്കെ വന്നത് എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഭഗവാന്റെ കണ്ണിൽ ശ്രേഷ്ഠനായിട്ട് മാറണമെങ്കിൽ ഇതിൽ ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 8ാമത്തെ ശ്ലോകം മുതൽ.